നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും പേടിയോടെ കാണുന്നതും എന്നാൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ മരണത്തിന് ശേഷം എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ഏതവസ്ഥയാണ് മരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയവും പിന്നെ നമ്മുടെ തലച്ചോറും നിൽക്കുന്നൊരവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബോധം പൂർണ്ണമായി പോകുന്ന അവസ്ഥയെ തലച്ചോറിൻ്റെ ബോധം പൂർണ്ണമായി പോകുന്ന അവസ്ഥയെ നമ്മൾ മരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് തലച്ചോറിൻ്റെ ബോധം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും പിന്നെ നമ്മുടെ ഇമോഷൻസും എല്ലാം ഈ ബോധത്തിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മരിക്കുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും പിന്നെ നമ്മുടെ ഓക്സിജൻ്റെ അളവ് നിലയ്ക്കുന്നതും പിന്നെ നമ്മുടെ കൺട്രോൾ പൂർണ്ണമായി പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ഈ മരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മരണത്തിന് തൊട്ട് മുമ്പ് എന്ത് ഭാഗ്യം കൊണ്ടൊക്കെ ജീവിച്ചു വന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്താ അവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൂരെ ഒരു വലിയൊരു പ്രകാശം കണ്ടു എന്നുള്ളതും പിന്നെ അവരുടെ മരിച്ചുപോയ ബന്ധുക്കളെ കണ്ടു എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവയൊക്കെ ശാസ്ത്രപരമായി എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ തലച്ചോറിൻ്റെ ഓക്സിജൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഹാലൂസിനേഷൻ പോലെയുള്ള പ്രക്രിയകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളും പിന്നെ നമ്മൾ ധാരാളമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു അനുഭവമാണ് നമുക്ക് അപ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ എൻഡോർഫിൻ അതുപോലെയുള്ള ഹോർമോണുകളുടെ പ്രക്രിയ കൊണ്ടും ഈ ഒരു അവസ്ഥ വരുന്നു എന്നാണ് ശാസ്ത്രലോകം പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം നിലച്ചു കഴിഞ്ഞ് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ തലച്ചോറ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ചെറിയൊരു ഓക്സിജൻ കണ്ടന്റ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നല്ലപോലെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കൂട്ടിക്കലങ്ങി ഉള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് അപ്പോൾ മിന്നായം പോലെ നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ തലച്ചോറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ വേറൊരു ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാരണം എന്താണെന്ന് വെച്ചാൽ എനർജി നൈദർ ബി ക്രിയേറ്റഡ് ആൻഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറയുന്ന ലോയ്ക്ക് അനുസൃതമായാണെങ്കിൽ നമ്മൾ ആ എനർജി എങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ എനർജി അത് കെമിക്കൽ എനർജിയായി എൻവയോൺമെൻറ്റിലേക്ക് പോവുകയും പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ എനർജി അത് കെമിക്കൽ എനർജിയായി തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനർജി വേറെ രൂപത്തിൽ പോകുന്നുമില്ല, വേറെ രൂപത്തിലാവുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എനർജി കൺവേർട്ട് ആവുന്നത് എന്നാണ് ശാസ്ത്രലോകം പിന്നീട് പ്രൂവ് ചെയ്തത്. പിന്നീട് വേറെ ചോദ്യമാണ് നമ്മുടെ ആത്മാവ് ഉണ്ടോ, ആത്മാവ് എന്താണ്, എങ്ങോട്ടാണ്, എന്താണെന്നൊക്കെ. അപ്പോൾ ശാസ്ത്രപരമായി ആത്മാവിന് ഇതൊരു പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കണ്ടെത്താനുള്ള ഡിവൈസോ അതെങ്ങനെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അന്തിമമായി നമ്മുടെ ആത്മാവ് ഉള്ളതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഡിസ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇനിയും നമ്മൾ മരണത്തിന് ശേഷം എന്താണ്, എങ്ങനെയാണ് എന്ന് ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ ഇനിയും കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുന്നു. നന്ദി.